സീസൺ 1 എപ്പിസോഡ് 5 നോക്കാം. വയ്യാണ്ടായ സാറയെ എല്ലാവരും കൂടെ ക്ലിനിക്കിലെത്തിച്ചു. ക്രിസ്റ്റി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി നീ ഇവിടെ സ്റ്റേ ചെയ്ത് നല്ലതായിരിക്കും, നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാമെന്ന്. അപ്പോൾ അവൾ സാറ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ബ്രദർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് അവനെ കാണണ്ട, അവൻ പേടിക്കും, ഞാൻ ഉറങ്ങുവാന്ന് പറഞ്ഞാൽ മതി, അവനൊന്ന് ഒഴിവാക്കി വിട്ടേക്ക് എന്ന് പറയുന്നു. ഷെരീഫ് അങ്ങോട്ട് വരുന്നുണ്ട്. ക്രിസ്റ്റി ഒരു മിനിറ്റ് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഷെരീഫിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല, അവൾ ഇന്ന് രാത്രി എൻ്റെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്യട്ടെ. രാത്രിയോ, അത് വേണോ, കഴിഞ്ഞ ദിവസം ഇവിടെ മരണം നടന്നതല്ലേ എന്ന് ഷെരീഫ് ചോദിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റി പറയുകയാണ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, എങ്ങനെയാണ് ആരാണ് വാതിൽ തുറന്നു ഇട്ടത്, ആ മോൺസ്റ്റേഴ്സ് എങ്ങനെ ഉള്ളിൽ കയറി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഈ ക്ലിനിക്ക് അവർ തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഷെരീഫിനോട് നിൻ്റെ കയ്യിൽ ട്രമേഴ്സ് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് എനിക്കൊന്ന് എക്സാമിൻ ചെയ്യണമെന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, ഇത് കുറേ നാളായതാ, ഇത് എന്തുവാന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ അതെ നെയ്തൻ ഓടി വരുന്നുണ്ട്, വരട്ടെ. അല്ല, സാറ പറഞ്ഞത് അവൾക്ക് കാണണ്ടെന്നാണ്, അതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാൽ കുഴപ്പമില്ല, നീ പോയി നിൻ്റെ പേഷ്യൻറ്റിനെ നോക്കിക്കോ, നെയ്തൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഷെരീഫ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നെയ്തൻ പറയുന്നു, സാറേ കാണണം, കുഴപ്പമില്ല, അവൾ ഉറങ്ങുവാണ്, നീ ഇപ്പം ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ട, അറിയാലോ മറ്റേ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ക്രിസ്റ്റി ഇന്ന് ആദ്യമായിട്ട് നൈറ്റിന് സ്റ്റേ ചെയ്യാൻ വന്നതാണ്, അപ്പോൾ നീയും കൂടെ ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ട, നാളെ നേരം വെളുക്കുമ്പം നിനക്ക് കാണാം, ഇപ്പം ലേറ്റ് ആയില്ലേ, നീ പോയി കിടന്ന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. ഈതൻ അമ്മയോട് ചോദിക്കുകയാണ്, സാറയ്ക്ക് സുഖമാവുമോ? പിന്നെന്താ, അവളെ ക്ലിനിക്കിലല്ലേ ഇപ്പോൾ ഉള്ളത്. നിനക്ക് ഡോക്ടർ ക്രിസ്റ്റിയെ ഓർമ്മയില്ലേ എന്ന് ജിം ചോദിക്കുന്നു. നിന്നെ കെയർ ചെയ്തല്ലേ, അതേപോലെ തന്നെ സാറേയും കെയർ ചെയ്യും, അവൾ പെട്ടെന്ന് സുഖമായിട്ട് വരും, അതുവരെ നമുക്കൊരു ഗെയിം കളിക്കാം, വന്നേ എന്നും പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും ഓരോ മാർക്കർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ അതെന്ത് തന്നെയായാലും നമുക്കിവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ നിന്ന് മടങ്ങി വന്ന സാറ ഇട്ടിരുന്ന ബ്ലഡ് സ്റ്റെയിൻഡായ ആ ഡ്രസ്സ് നോക്കി പേടിച്ചിരിക്കുകയാണ് നെയ്തൻ. ഇപ്പോൾ ക്ലിനിക്ക് കാണിക്കുകയാണ്. ക്ലിനിക്കിൽ സാറയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നേരത്തെ ഇവളുടെ കയ്യിലിങ്ങനെ എഴുതി കാണിച്ചില്ലേ, കിൽ ദ ബോയ് എന്നുള്ളത്, അതൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഇവൾ പതുക്കെ പോയി അവിടുത്തെ ഒരു ഡ്രോ തുറന്ന് ഒരു സ്കാൽപ്പൽ അടിച്ചു മാറ്റി. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ ക്രിസ്റ്റി വരുന്നത്. എന്ത് പറ്റി? അല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കും അതെ, ഞാൻ ചായ ഉണ്ടാക്കി, നമുക്ക് ചായ കുടിക്കാം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ സാറ ചോദിക്കുന്നുണ്ട്, നീയും ഡെപ്യൂട്ടി കെനിയുമായിട്ടുള്ള റിലേഷൻ നല്ലതാണ്, നിങ്ങൾ നല്ല ജോഡിയാണ്. ഞങ്ങളങ്ങനെ ലവൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്. അതെന്താ, അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അല്ല, അങ്ങനെയല്ല, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് എൻ്റെ നാട്ടിൽ ഒരാൾ എന്നെ കാത്തിരിപ്പുണ്ടെന്ന്. അതാരാ? അവളുടെ പേര് മാരിയൽ എന്നാണ്. നിങ്ങൾ കല്യാണം കഴിച്ചതാ? അല്ലല്ല, ഞങ്ങൾ എൻഗേജ്ഡ് ആണ്. അവളിപ്പോൾ എന്തുമായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സമയത്ത് ഞാൻ അവളെ കളഞ്ഞിട്ട് ഓടിപ്പോകുന്നതാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടെന്ന് ഡോക്ടർ ക്രിസ്റ്റി പറയുന്നു. ഓക്കെ, നിനക്കാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സാറയോട് ചോദിക്കുമ്പം ഒരാളുണ്ടായിരുന്നു, എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. നല്ലതാണ് ഇപ്പം അയാൾ എൻ്റെ അടുത്തില്ലാത്തത്. പിന്നെ ഈ ലോകത്തിൽ എനിക്ക് നെയ്തനും ഞാനും മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് പെടുന്നതിന് മുന്നേ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അപ്പോഴൊക്കെ എന്നെ സേവ് ചെയ്തത് നെയ്തനാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. എനിക്ക് മനസ്സിലായില്ല എന്ന് ക്രിസ്റ്റി പറയുന്നു. അതായത് നിന്നോടിപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, ഈ ഒരു ബാഡ് തിങ് നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ട് മാരിയലിനെ കാണാൻ പറ്റും, നമ്മളിവിടെ പെട്ടുപോയേക്കുന്ന എല്ലാവർക്കും അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവളിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ആലോചിക്കുകയാണ് ഡോക്ടർ ക്രിസ്റ്റി. എന്നിട്ട് പറയാണ്, നീ വെറുതെ ഇമാജിൻ ചെയ്ത് പറയുമല്ലേ? അതെ, ഞാൻ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് മാരിയലിനെ കാണാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അത്രയും നല്ല കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഡോക്ടർ ക്രിസ്റ്റി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സാറയ്ക്ക് സമാധാനമായി. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ഈതനും ഫാമിലിയും. ഇപ്പോൾ ഈതൻ ഉറങ്ങിപ്പോയി, അമ്മയും അടുത്തിരുന്ന് മയങ്ങി, ജിം ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മയക്കത്തുനിന്ന് ഉണരുന്ന തബീത്തെ ചോദിക്കുന്നുണ്ട്, എന്തുവാ ഇനി അത് ഫിഗർ ചെയ്തോ? ഞാൻ കണ്ടുപിടിച്ചു, ഉത്തരം 12 ആണെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ പറയുകയാണ്, നമ്മൾ ഇവിടെ വന്ന് പെട്ടുപോയേക്കുന്ന എല്ലാവരും ഈ നമ്മുടെ കൺട്രിയുടെ പല ഭാഗങ്ങളിലായിരുന്നു, പല ഡിഫറെൻറ്റ് റോഡുകളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നവരാണ്. ഇവരെല്ലാവരും ആ മരം കണ്ടു, ആ കാക്കകളെ കണ്ടു. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളെല്ലാവരും എൻ്റെ പേരിലും ചോദിക്കുമ്പോൾ തബീത്ത പറയുന്നുണ്ട്,
ഇവിടെ പെട്ടുപോയ എല്ലാവരും സ്വയം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്. ഉത്തരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജിം പറയാണ്, ശരിയാണ്, ഈ ലോകത്തിൽ സെൻസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട് തബീത്ത. ഞാനും അതാ ചോദിക്കുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ ഭിത്തിയിൽ എഴുതിയുകൊണ്ട് എന്താ കാര്യം എന്ന്. അറ്റ്ലീസ്റ്റ് നമുക്കറിയാലോ അതിൻ്റെ ഉത്തരം അറിയത്തില്ല എന്ന് ജിം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് തബീത്ത അവൻ കൊണ്ടുവന്ന് ആ മാർക്കർ കൊടുക്കുന്നുണ്ട്. ഇല്ല ഞാൻ എഴുതത്തില്ല, എനിക്കതിൻ്റെ ആ ഉത്തരം അറിയാൻ വേണ്ട, അതൊരു ക്രേസി ക്വസ്റ്റ്യൻ ആണെന്ന് തബീത്ത പറയുന്നു. ക്രിസ്റ്റിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സാറ പിന്നെ നെയ്തൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നീ എന്താ രാവിലെ എഴുന്നേറ്റോ? ഇപ്പം നേരത്തെ ഇങ്ങ് പോന്നോ? ഉടനെ എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഡൈനറിൽ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സീഷർ പോലെ വന്നു, ഞാൻ താഴെ വീണു, ആൾക്കാർ എന്നെ ഇവിടെ എത്തിച്ചു. നിൻ്റെ പറച്ചിൽ കേട്ടാൽ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുമല്ലോ എന്ന് നെയ്തൻ പറയുന്നുണ്ട്. സത്യമായിട്ടും നീ പേടിക്കാനൊന്നുമില്ല, ഇതാണ് സംഭവിച്ചത്, എനിക്ക് ഡൈനറിൽ പോകണം, മിസ്സസ് ലിയോ എന്നെ കാത്തിരിക്കുമെന്നും. അതുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുമ്പോൾ പേടിക്കണ്ട, ഐ ലവ് യു, നീ ജോലിക്ക് പോകും, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. വളരെ വിഷമിച്ച് തൻ്റെ റൂമിൽ എന്തോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലി. അങ്ങോട്ടേക്ക് വരുന്ന ഫാത്മ, നീ എന്ത് ചെയ്യുന്നു? ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കുവാണ്, നമ്മളെവിടെ പോയി എന്തോ ആണ് എന്നൊക്കെ നമ്മളുടെ പരിചയക്കാർ ചിന്തിക്കുമല്ലോ, അങ്ങനെ ആരൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്നിട്ട് നിൻ്റെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ ഗ്രാൻഡ് പാരൻസും ഫ്രണ്ട്സും ഒക്കെ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഗേൾ ഫ്രണ്ടോ? അങ്ങനൊന്നും ആരുമില്ല. നിനക്കറിയാവോ, ഇവിടെ വന്ന് പെട്ടേക്കുന്ന എല്ലാവരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കും, ആരൊക്കെയായിരിക്കും ഇപ്പം നമ്മളെക്കുറിച്ച് ഓർക്കുന്നതൊക്കെ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഇപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഡ്രസ്സ് മാറ്റിയിട്ട് താഴേക്ക് വാ, 5 മിനിറ്റിലെന്ന്. എന്തിന്? നിനക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഫാത്മ താഴേക്ക് ഓടിപ്പോകുന്നു. എൽസിനോട് ചെന്ന് പറയുകയാണ്, ഇന്നിനിപ്പോൾ പണിയൊന്നും ചെയ്യണ്ട, അവൾ ആകെ അവിടെ വിഷമിച്ചിരിക്കുക, നമുക്ക് അവളെ ബ്രാൻഡിൽസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന്. ഷെരീഫിൻ്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ റേഡിയോ ആയിട്ട് ഇപ്പോൾ ബാറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന നമ്മൾ ജെയ്ഡ്. അവനെ കാണുമ്പോഴേക്കും ട്രൂഡി വന്ന് പരിചയപ്പെടുന്നുണ്ട്. നിൻ്റെ കയ്യിലൊരു റേഡിയോ ആണോ? അതെ. നീ എന്തിനാ അതും ചുമന്നൊരു തേരാപ്പാറ നടക്കുന്നത്? അതെന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നീ ഉണർന്നിരിക്കുമ്പോൾ നല്ല ക്യൂട്ടാ. എന്താ? അല്ല, നീ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു, നീ ക്യൂട്ടായിരുന്നു, ഉണർന്നിരിക്കുമ്പോൾ അതിനേക്കാളും ക്യൂട്ടാണെന്ന് ഇവൾ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഷെരീഫിൻ്റെ ഓഫീസിലേക്ക് കയറി വരുന്ന കെനി, ഞാൻ ഡൈനറിൽ പോയായിരുന്നു സാറയ്ക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കാൻ വേണ്ടി, അപ്പോൾ എൻ്റെ അമ്മ കുറച്ച് ബ്രെഡ് തന്നു, നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ആ മാപ്പിലേക്ക് ഇങ്ങനെ നോക്കി തുറച്ചിരിക്കുകയാണ് ഷെരീഫ്. അതുകൊണ്ട് ഇവൻ ചോദിക്കും, ഷെരീഫ് എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ, നീ കുറച്ച് നേരം ഇവിടെ നിന്നിരിക്കാവോ, എനിക്ക് എൻ്റെ ഭാര്യ ഒന്ന് കാണാൻ വേണ്ടി പോകണമെന്ന്. പറ്റുമോ? ഇരിക്കുമോ? പിന്നെന്താ, ഓക്കെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകുന്നു. കെനി ഇങ്ങനെ സംശയത്തോടെ അവിടെ ഇരിക്കുന്നു. ഷെടാ, ഇവിടെ ഒരു ബാറുണ്ടോ എന്ന് അത്ഭുതപ്പെടുകയാണ് ജെയ്ഡ്. അപ്പോൾ അവന് ഒരു പെഗ് ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ ടോം. എന്നിട്ട് പറയാണ്, ഞാനിവിടെ വന്ന് വെട്ടു, അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഞാനിതങ്ങ് ഒരു ബാറാക്കി, ഇതൊരു ഗ്യാസ് സ്റ്റേഷൻ ആയിരുന്നു എന്ന് ടോം പറയുന്നുണ്ട്. നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ അല്ല, നീ ഓക്കെ ആണോ? പിന്നെ ഞാൻ ഗ്രേറ്റാണ്. സാരമില്ല, നീ പറഞ്ഞാൽ കുടിക്കുക. നീ ആ കാറിലുണ്ടായിരുന്ന ആളല്ലേ, നിൻ്റെ ഫ്രണ്ട് മരിച്ചു പോയല്ലേ? ചേട്ടാ, നിങ്ങളൊക്കെ എന്താ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ജെയ്ഡ് ചോദിക്കുന്നു. ജെയ്ഡിന് കുടിക്കാൻ വേണ്ടി അല്പം മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ടോം എന്നിട്ട് പറയാണ്, നീ ഇത് കുടിക്കും, നിൻ്റെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അവനത് കുടിച്ചിട്ട് എന്ത് വൃത്തികെട്ട സാധനം ചോദിക്കുമ്പം ഇത് പാവപ്പെട്ടവൻ്റെ പൊട്ടറ്റോ വോഡ്ക്കയാണത്രേ. ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, കെണിയിൽ അകപ്പെട്ടിട്ടും ചീസും കഴിച്ചുകൊണ്ടിരിക്കുന്ന എലികളെ പോലെയാണ് എന്ന് പറയുന്നു. ശരിക്കും ഇതൊരു പാരഡോക്സാണ്. മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഇതെവിടെയാണ് എന്ന് നമ്മളറിയണം. ഇതറിയാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ലെന്ന്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഈ പൊട്ടറ്റോ വോഡ്ക്കയും കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം എന്ന് നിരാശനായിട്ട് പറയുകയാണ് ജെയ്ഡ്. ഞാൻ ആക്ച്വലി ഇവിടെ ഇരിക്കേണ്ടവനല്ല, എൻ്റെ ഒരു വലിയൊരു ബിസിനസ്, എൻ്റെ കമ്പനി ഞാൻ കച്ചവടം ചെയ്ത് ഇപ്പോൾ ആക്ച്വലി ഞാൻ സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. ഈ മെയ്സൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്, അതിനകത്ത് ചീസ് വെക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ സത്യത്തിൽ എലികളുടെ സ്ഥാനത്ത് നമ്മൾ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് എന്ന് നിരാശ. നീ അത്ര നല്ല മെടുക്കാനാണെങ്കിൽ ആ റേഡിയോ ഒന്ന് പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യ്. അറ്റ്ലീസ്റ്റ് പുറത്തുള്ളവർ അറിയട്ടെ നമ്മൾ ജീവനോടെയെങ്കിലും ഇരിപ്പുണ്ടെന്ന്. ഈതൻ്റെ കാലിൽ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാണ് തബീത്ത. എന്നിട്ട് അവൾ പറയുന്നു, ഇത് ഭയങ്കര പെട്ടെന്നാണല്ലോ ഹീൽ ചെയ്യുന്നത്. എന്നാ അത് കുഴപ്പമാണോ? കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. എനിക്കറിയാം ഈ സ്ഥലം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ ചില സമയത്ത് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അമ്മേ? മേ ബി അതായിരിക്കണം നമ്മൾ വാളിൽ എഴുതേണ്ട അടുത്ത ക്വസ്റ്റ്യൻ. എന്ത്? ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്.
ഓ, നീ നല്ല ബ്രില്യൻ്റ് ആണല്ലോ എന്ന് മോനെ അഭിനന്ദിക്കുന്ന അമ്മ. ഈ സമയത്ത് ജിം വിളിച്ചു പറയാണ്, ഈതൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നിനക്കൊരു വിസിറ്റർ ഉണ്ടെന്ന്. അമ്മയും മോനെ വന്ന് നോക്കുമ്പം മറ്റാരുമല്ല, അത് സാറയാണ്. ഇവളില്ല ക്ലിനിക്കിൽ നിന്ന് എടുത്ത് ആ സ്കാൽപ്പിലും പോക്കറ്റിലും ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഇവൻ പറയാണ്, പുറത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് അവിടെ പോയി കളിച്ചാലോ എന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ അവൾ സുഖമില്ലാതെ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വഴിയാണ്, അത് കുഴപ്പമില്ല, ഞാൻ അവൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന്. ഫാദർ കാത്രി അന്വേഷിച്ച് ചർച്ചിലേക്ക് ചെല്ലുകയാണ് സാറയുടെ ബ്രദർ നെയ്തൻ. ഇപ്പോൾ ജൂലിയുടെ വിഷമം മാറ്റാൻ വേണ്ടി എല്ലിസും ഫാത്മയും കൂടെ ജൂലിയെ ബ്രണ്ടിൽസിലേക്ക് കൊണ്ടുവന്നേക്കണം. ചെറിയൊരു തടാകം, ആൾക്കാരൊക്കെ അവിടെ നീന്തി തുടിച്ച് കുളിക്കുന്നുണ്ട്, അതിനെയാണ് ബ്രണ്ടിൽസ് എന്ന് വിളിക്കുന്നത്. വന്ന പാട് തന്നെ എല്ലിസ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി കളിക്കുകയാണ്. ഇപ്പോൾ ജൂലി ഫാത്മയോട് ചോദിക്കും, നീ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് നമ്മൾ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും എന്ന് ഫാത്മ പറയുന്നു. എനിക്കറിയാവോ, എൻ്റെ 11ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് US വരുന്നത്. അതുവരെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടന്മാരുടെയും കൂടെ ഇറാനിലെ ചെറിയൊരു വില്ലേജിലായിരുന്നു. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ അങ്കിളിനെ കാണാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരച്ച് കയറി വന്നു. ഭയങ്കര ബഹളം വെച്ചു, തെറി വിളിച്ചു. അമ്മ പറയുന്നുണ്ട്, ഒളിക്കുന്നു എന്നോട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ നടക്കുന്നതെന്ന്. കുറച്ച് മുമ്പേ വരെ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നതല്ലേ. എൻ്റെ ബ്രദേഴ്സ് അങ്ങോട്ട് ഓടിപ്പോയി, എൻ്റെ അച്ഛനെ അവർ പിടിച്ച് വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയമായിരുന്നു. മോൺസ്റ്റേഴ്സ് എല്ലായിടത്തും ഉണ്ടടോ, അത് രാത്രി ആണെന്നില്ല, പകലായാലും ഉണ്ട്. അന്നേ ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും ഞാൻ ഇനി പേടിക്കത്തില്ല എന്ന്. അപ്പോഴേക്കും എല്ലിസ് വന്ന ഫാത്മയെ പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഈതനും സാറയും കൂടെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല കുട്ടിയാണ് സാറല്ലേ എന്ന് തബീത ജിമ്മിനോട്. ഇപ്പോൾ തബീത പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഈതൻ പറയാണ്, അമ്മേ, ആടും കോഴിയൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോകാമെന്ന് സാറ പറഞ്ഞു. അപ്പോൾ സാറ പറയണം, എൻ്റെ ബ്രദർ അവിടെ ഉള്ളത്, ഞാൻ വിചാരിച്ചു ഈതനെ കൊണ്ട് കാണിച്ചു കൊടുക്കാം, അവൻ ഹാപ്പി ആവുമല്ലോ എന്ന്. ഞാൻ അച്ഛനോട് പറയട്ടെ നമ്മൾ പോവാമെന്ന്. അല്ല, വരണം എന്നില്ല, ഞാൻ കൊണ്ടുകൊള്ളാം എന്ന് സാറ പറയുന്നു. ഞാനിവിടെ ബിസിയൊന്നുമല്ല, ഞാനും വരുന്നുണ്ട് എന്ന് തബീത. ഭാര്യയെ കാണാൻ പോകുന്നു പറഞ്ഞ നേരത്തെ ഷരീഫ് പോയായിരുന്നല്ലോ, കയ്യിലൊരു ടാലിസ്മാനും എടുത്തു. ഇപ്പോൾ ചെല്ലുന്നത് ഭാര്യയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയി, പേര് ആബി. അവളോട് ഇങ്ങനെ പറയാണ്, ഞാൻ കുറച്ച് നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്, ഭയങ്കര തിരക്കായിരുന്നല്ലോ, അവിടെ ആകെപ്പാടെ ഒരു കൊച്ചു കുട്ടി, അതിൻ്റെ അമ്മ, പിന്നെ ക്ലിനിക്കിൽ 1-2 പേര്, അങ്ങനെ കുറേ മരണങ്ങളുണ്ടായിരുന്നു, അങ്ങനെ ആകെ വയ്യായിരുന്നു. നീ അറിഞ്ഞോ, എൻ്റെ കൈക്ക് ഇപ്പം വിറയൽ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛന് വന്നതുപോലെ മിക്കവാറും പണിയാകും. എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ നടക്കുവാണെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ തിരിച്ച് അവരുടെ വീട്ടിലെത്തിക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ പിന്നെ അറിയത്തില്ല, എല്ലിസിൻ്റെ കാര്യവും അവനും ഇവിടെ പെട്ടുപോകും എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാദർ കാത്രിയെ കണ്ട് സംസാരിക്കുകയാണ് നെയ്തൻ. അവൻ ചോദിക്കുകയാണ്, കൺഫെഷൻ്റെ റൂൾസ് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ എന്തെങ്കിലും നിന്നോട് തുറന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾ രണ്ടും അല്ലാതെ വേറെ ആരെങ്കിലും അറിയുമോ? നമ്മൾ 2 പേരും പിന്നെ ദൈവവും, ഈ 3 പേർക്കാണ് അറിയുന്നതെന്ന് അച്ഛൻ പറയുന്നു. ആടുകളുമായിട്ടൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈതൻ. ഇപ്പോൾ അമ്മ തബീത പറയുകയാണ്, എന്തായാലും അവനൊരു റിലാക്സേഷനായി, താങ്ക് യു എന്ന് സാറയോട്. സാറ പറയുകയാണ്, നമ്മളിങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടുപോയില്ലേ, അപ്പോൾ പേടിയും വിഷമമൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണല്ലോ, അറ്റ്ലീസ്റ്റ് നമുക്ക് ടാലിസ്മാൻ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇവിടെ ഭയങ്കര ഹൊറിബിളായിരുന്നെന്ന് ഫാദർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേക്കും ചെറിയ ബുഷസിൻ്റെയൊക്കെ അടിയിൽ പോയാണ് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒളിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം സ്ഥലവുമുണ്ട്. ഭാഗ്യമുള്ളവർ രക്ഷപ്പെടും, അല്ലാതെ ഉള്ളവർ പിടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഒളിക്കുന്ന സ്ഥലം ഈ ബാണിനകത്തുണ്ടെന്ന്. ആണോ? വാ, വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് തബീത്തയും വിളിച്ച് ആ ബാണിനകത്തേക്ക് പോവുകയാണ് സാറ. നെയ്ത്തിനിപ്പം അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അച്ഛൻ ആകെ പാനിക്കായിട്ട്, നീ ഇത് നേരത്തെ ഇവിടെ ഇൻഫോം ചെയ്യണമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ പറയാണ്, നീയല്ലേ പറഞ്ഞ എൻ്റെ സിസ്റ്ററിന് പണിഷ്മെൻറ്റ് കൊടുക്കത്തില്ല, ബോക്സിലിടത്തില്ലെന്നൊക്കെ, അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉറപ്പാണ്, ഞാൻ എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യും, പക്ഷേ ആ ടൗണിലുള്ള ആൾക്കാരുടെ ജീവനൊരു വിലയില്ല, വാ നമുക്ക് പോവാം, നിൻ്റെ അനിയത്തിയെ ഇപ്പം തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. ഇതേ സമയത്ത് ഈ സാറ തബീത്തയെ ആ ബാണിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അതിനകത്ത് ചെറിയൊരു ക്യാബിൻ, അതിലേക്ക് അവൾ എത്തി നോക്കുന്ന സമയത്ത് ഈ തബീത്തെ അകത്തേക്ക് തള്ളിയിട്ട് പുറത്തുനിന്ന് പൂട്ടുവാണ്. ഐ എം സോറി. പിന്നെ നീ ഇന്നലെ സോറി പറയുന്നത്, വാതിൽ തുറക്ക്, എനിക്ക് പേടി വന്നു, വാതിൽ തുറക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവൾ പറയാണ്, നിനക്ക് വേണ്ടിയും ഇവിടെയുള്ള എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ഐ എം വെരി സോറി എന്ന്. ഈ സമയത്ത് ടൗണിലെത്തി അച്ഛനും നെയ്ത്തനും കൂടെ. എന്നിട്ട് അവൾ ഡൈനറിലായിരിക്കും ഉള്ളത്. നെയ്ത്തയും പറയുന്ന പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ ഡൈനറിൽ ചെന്ന് നോക്കുന്ന നെയ്ത്തനും
അവിടെ സാറയെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ടോം ചോദിക്കുകയാണ്, നീ നിൻ്റെ സിസ്റ്ററിനെയാണോ നോക്കുന്നത്? അവളിവിടെ ഇല്ല. അവൾ ആ ബാണിലേക്ക് ജിമ്മിൻ്റെ ഭാര്യയും കൊച്ചുമായിട്ട് പോകുന്നത് കണ്ടു എന്ന്. ഈ സമയത്ത് പുറത്ത് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഷെരീഫ് വരുവാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം, നമ്മളിപ്പം എന്തെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടി ആഗ്രഹിക്കുകയെന്ന് വെച്ചു, പക്ഷെ ആ അടയാളം എന്തുവാന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന്. അമ്മയുമായിട്ട് അകത്തേക്ക് പോയിട്ട് സാറ തനിച്ച് വരുന്ന കണ്ടിട്ട് ഈതൻ ചോദിക്കുകയാണ്, എൻ്റെ അമ്മ എവിടെ? അവളിപ്പം വരും, അകത്തുണ്ടോയെന്ന്. അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. കയ്യിൽ ആ സ്കാൽപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഈ കഥയിലെ ഹീറോ നീ ആയിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് ഇവൻ പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു, എനിക്ക് എൻ്റെ അമ്മയെ വേണം, അമ്മ എവിടെ? ഇപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞു, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അവനെ കയറി പിടിച്ച് അവൻ്റെ കഴുത്തിങ്ങനെ അറുക്കാനായിട്ട് ഇവൾ ശ്രമിക്കുകയാണ്. ആ സമയത്ത് നെയ്തൻ അങ്ങോട്ട് ഓടി വരും. ഉടനെ എന്താ ചെയ്യുന്നത്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് നെയ്തൻ ബഹളം വെക്കുമ്പോഴേക്കും ഇത് ചെയ്താലേ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് അവരെന്നോട് പറഞ്ഞു എന്നും പറഞ്ഞ് ഇവൾ പറയാണ്. ഈ സമയത്ത് ഈതൻ ഇവളുടെ കാലിനിട്ടൊരു ചവിട്ട് വെച്ച് കൊടുത്തിട്ട് ഓടും. ഉടനെ ഈതൻ പറയും, ഓട് ഈതൻ, ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവൻ കയറി ഇവളെ പിടിക്കും, സാറായെ. ഇവർ തമ്മിൽ പിടിയും വലിയുമായി. ആ സമയത്ത് അറിയാതെ ഇവളുടെ കയ്യിലിരുന്ന സ്കാൽപ്പൽ കൊണ്ട് ഇവൻ്റെ കഴുത്ത് മുറിഞ്ഞ് രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ബ്രദറിന് ഈ അപകടം സംഭവിച്ചു പറഞ്ഞ് ആകെ വിഷമിച്ച് സാറ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ ഇതും കാരണമാണ് ഫാദർ കാത്രി അങ്ങോട്ടേക്ക് വരുന്നത്. ബ്രാൻഡിൽസിൽ കുളിക്കാൻ വേണ്ടി പോയതാണല്ലോ എലിസും ഫാത്മയും ജൂലിയൊക്കെ. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ജൂലി പറയുകയാണ്, ശരിയാണ്, ഇവിടെ എല്ലാം അങ്ങനെ കുഴപ്പമില്ല, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം ഈതൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ഉടനെ ഇവൾക്കൊന്നും മനസ്സിലാവാതെ എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട്. കൊച്ചു ഭയങ്കര കരച്ചിലാണ്. അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്ത് ജിമ്മും നാട്ടുകാരെല്ലാം കൂടി ആ ബാണിൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. തബീത്ത ഈതെന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ടാണ് ജിം ഓടി വരുന്നത്. ആൾക്കാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നെയ്തൻ മരിച്ചു കിടക്കുന്നത്. ഇപ്പോൾ തബീത്തയുടെ ഒച്ചപ്പാട് അകത്തുനിന്ന് കേട്ടിട്ട് ജിം ഓടി അകത്ത് ചെന്ന് ആ വാതിൽ തുറന്ന് അവളെ രക്ഷിക്കുന്നുണ്ട്. അവളപ്പം ഈതൻ എവിടെ എന്ന് അലക്കുകയാണ്. എന്താ, വാ ഇങ്ങോട്ട് പോയി നോക്കാം എന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഈ നെയ്തൻ്റെ അപകടാവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഈതനും പറഞ്ഞ് അലറി പിടിച്ച് നോക്കുമ്പോൾ ജൂലി ഈതനെ അങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. അങ്ങനെ ആ കൊച്ചിനെ എടുത്ത് കെട്ടിപ്പിടിക്കുകയാണ് തബിത്ത. ഈ സമയത്ത് ജൂലിയെ കെട്ടിപ്പിടിക്കുന്നു ജിമ്മ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കി നിൽക്കുകയാണ്. ക്രിസ്റ്റി നെയ്തനെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചു എന്ന് അവൾ ഉറപ്പാക്കുന്നു. ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ പുറത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുകയാണ്, ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഫാദർ കാത്രി. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇപ്പം ഫാദർ കാത്രിയും ഷെരീഫും ഒരുമിച്ച് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് വരുന്ന ജിമ്മ്. എന്നിട്ട് തബീത്തയും പിള്ളേരും വീട്ടിലേക്ക് പോവുകയാണ്. ജിം ചോദിക്കണം, അവൾ എവിടെ, സാറ എവിടെയെന്ന് ചോദിക്കുമ്പം അവൾ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി എന്ന്. എന്നിട്ട് അവൾ മിക്കവാറും സന്ധ്യയ്ക്ക് മുന്നേ തിരിച്ചു വരും, അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. വന്നില്ലെങ്കിലോ, അപ്പോൾ അത് ഹാൻഡിൽഡായി, മോൺസ്റ്റേഴ്സ് അവളെ തിന്നോളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്ത് വരുന്നു വലിയ വാചകം അടിച്ചത്, ഇവിടെ എല്ലാവരും ഒന്നാണ്, ഒരു കുടുംബം പോലെയാണെന്ന്. ഇതാണോ ഒന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്തിട്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ജിം. ഡു വി സർവൈവ് ദ ക്രാഷ് എന്നൊരു ക്വസ്റ്റ്യൻ ഭിത്തിയിൽ എഴുതി വെക്കുന്ന തബീത്ത. ഇപ്പോൾ ഡൈനറിൽ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ഷെരീഫ് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അവളുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവൾ പറയുകയാണ്, രാത്രി മുഴുവൻ ആ സാറ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ എന്തും ചെയ്യുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനങ്ങനെ ഒന്നും ഓർക്കാതെ ചെയ്യും, എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത്. അവൾ ഒപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളായിരുന്നു, നല്ലോണം സംസാരിച്ചു. അവൾ സത്യത്തിൽ അവിടെ നിന്ന് ഇപ്പം നെയ്തനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആ ബ്ലേഡ് തന്നെ എൻ്റെ ക്ലിനിക്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ എനിക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷെരീഫ് പറയാണ്, അവളുടെ മനസ്സിൽ ഇത്തരം ചിന്തകളൊക്കെ നിറച്ചു കൊടുത്തത് നീയാണോ? അല്ല. നമ്മളെല്ലാവരെയും ഇവിടെ വന്നു പെടാനുള്ള കാരണം നീയാണോ? അല്ല. നോക്കൂ, 2-3 ദിവസം മുന്നേ തന്നെ ജിമ്മിൻ്റെ മോനെ നീയല്ലേ രക്ഷിച്ചത്. ഇനിയും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്യാണ്ടിരിക്കുന്നു. നിൻ്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ടിനെ നീ അങ്ങ് മാറ്റി കേട്ടോ എന്നും പറഞ്ഞ് അവളെ ഉപദേശിക്കുകയാണ് ഷെരീഫ്. അങ്ങനെ അവൾ ഒരു കുലിച്ചിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ടേപ്പ് റെക്കോർഡർ പോലെ സാധനം ഉണ്ടല്ലോ, അതിൽ നിന്നും ഇവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് ഇവൻ ഞെട്ടി അതിലേക്ക് നോക്കുമ്പം എന്ത് പറ്റി എന്ന് ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്. ഞാനൊരു അടയാളം അന്വേഷിച്ച് നടക്കുമായിരുന്നു, ആൻഡ് ഐ ഗോട്ട് മൈ സൈൻ എന്ന് അയാൾ പറയുന്നു അവളോട്.